നെല്ല് സംഭരണം സുഗമമാക്കാൻ സർക്കാരും മില്ലുടമകളും തമ്മിൽ ധാരണയായി. നഷ്ടപരിഹാര തുക അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നഷ്ടപരിഹാര തുകയായ 63.37 കോടി രൂപ അനുവദിക്കുന്ന കാര്യമാണ് പരിഗണിക്കുക. പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ മാറ്റിവെച്ച യോഗമാണ് ഇന്ന് ചേർന്നത്. ഇപ്പോൾ നെല്ല് സംഭരണം സുഗമമാക്കാനുള്ള ധാരണയായിരിക്കുന്നു. മില്ലുടമകൾ അവരുടെ ആവശ്യം മുന്നോട്ട് വെച്ച ആവശ്യം അംഗീകരിക്കപ്പെട്ടു എന്നാണോ? തീർച്ചയായിട്ടും സ്മൃതി, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ചേർന്ന യോഗത്തിൽ മില്ലുടമകൾ പങ്കെടുത്തിരുന്നില്ല. വീണ്ടും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടന്ന യോഗത്തിൽ മില്ലുടമകൾ അടക്കമുള്ളവർ പങ്കെടുത്തു. ഇതിൽ പ്രധാനമായിട്ടും കൃഷി വകുപ്പ്, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പും, അതുപോലെ തന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, വൈദ്യുതി വകുപ്പ് അടക്കമുള്ള വകുപ്പുകളുടെ മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. പ്രധാനമായിട്ടും 2022-23 കാലഘട്ടത്തിലെ ഔട്ട്ലൈൻ റേഷ്യോയിൽ 63.37 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു. ആ നഷ്ടപരിഹാര തുക വരുന്ന മന്ത്രിസഭയിൽ പരിഗണിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. ഇതിൽ പക്ഷേ നിലവിലെ ഔട്ട്ലൈൻ റേഷ്യോ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് 68%. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നെല്ല് സംഭരണം നടത്താൻ വലിയ ഒരു പ്രയാസം നേരിടുന്നുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇളവ് വരുത്താനുള്ള തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് നിലവിൽ മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മില്ലുടമകൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. എന്തായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മില്ലുടമകളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് 2022 ശേഷം നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ അടിസ്ഥാനമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് അപ്പുറം ഈ നെല്ല് സംഭരിച്ചതിന് ശേഷം കടത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ചാർജ് അടക്കമുള്ളവ അനുവദിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നുള്ളതാണ് ഇന്ന് നടന്ന ചർച്ചയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 2025-26 സംഭരണ വർഷത്തിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെയും ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള ഔട്ട്ലൈൻ റേഷ്യോ കൃത്യമായിട്ട് ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.